ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരുപാട് റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ വന്നതാണ് കേട്ടോ. ആം, ഒരു പ്ലംബർ സ്റ്റോറിയുടെ ബാക്കി ഭാഗം വേണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ നമുക്കിന്ന് ആ ഒരു സ്റ്റോറിയുടെ ബാക്കി ഭാഗം പറയാം. എല്ലാവരും കേൾക്കാൻ റെഡിയല്ലേ? അപ്പോൾ നമുക്കിനി ബാക്കി ഭാഗത്തേക്ക് കടക്കാണ്. ഇന്നത്തെ ദിവസം 3-ാം തീയതി തിങ്കളാഴ്ചയായിരുന്നു. സമയം ഏകദേശം 8:30 മണിയായിട്ടുണ്ട്. ഹസ്ബൻഡാണെന്നുണ്ടെങ്കിൽ ജോലിക്ക് പോകാനുള്ള റെഡിയാവലും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നു. പിന്നുള്ളത് കുട്ടികളാണ്. അവരെ എങ്ങനെയെങ്കിലും പറഞ്ഞു വിട്ട് കഴിഞ്ഞാൽ ഇന്നത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു. പിന്നെ ഫ്രീ ആയിട്ടുള്ള നിമിഷങ്ങളും കാര്യങ്ങളൊക്കെ തന്നെയാണ്. ആ ഒരു സമയത്ത് എന്ത് വേണമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചു. പുറത്തെവിടെങ്കിലും പോകാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്തിനാ പോകുന്നേ, ഇപ്പം എന്തിനാ അങ്ങോട്ടേക്ക് ഇറങ്ങുന്നേ എന്നൊക്കെ ചോദിച്ച് ഒന്നെങ്കിൽ ഹസ്ബൻഡ് വരും, അല്ലെങ്കിൽ മറ്റാരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചോദിക്കും. പിന്നെ അപ്പുറത്ത് ഷീബ ചേച്ചി ഉണ്ടല്ലോ, അങ്ങോട്ടൊന്ന് പോയിട്ട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ അവരും ബിസിയും കാര്യങ്ങളൊക്കെ തന്നെയാണ്. അപ്പൊ പിന്നെ മറ്റൊരു രക്ഷയില്ലാത്തോണ്ട് ഞാനൊരു സൂത്രം ഒപ്പിച്ചു. അകത്ത് ബാത്റൂമിലെ ആ ഒരു പൈപ്പിനിട്ട് ഒരൊറ്റ ഇടി വെച്ചു കൊടുത്തു. ഇടി വെച്ചു കൊടുത്തതുമല്ല, പെട്ടെന്നത് പൊട്ടി താഴെ വീണു. അത് ഞാനൊരു സൂത്രത്തിൽ ഒപ്പിച്ചാണ് കേട്ടോ. ആ ഒരു കാര്യങ്ങളൊക്കെ ഞാൻ ഈ കഥയിലൂടെ തന്നെ പറയാം. അപ്പോൾ കഥ കേട്ടിരിക്കുക. ശരിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും എന്തിനായിരിക്കും ഞാൻ അങ്ങനെ ചെയ്തതെന്ന്. വെറുതെ ഒരാള് ബാത്റൂമിന്റെ ആ ഒരു പൈപ്പ് പൊട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. അതിനെന്തെങ്കിലും ഒരു കാരണം കാണുമല്ലോ. അതെല്ലാവരും മനസ്സിൽ വിചാരിക്കുന്നത് പോലെ തന്നെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പായിട്ട് ഒരു പ്ലംബർ അപചാരിതമായിട്ട് വീട്ടിലേക്ക് വന്നിരുന്നു. മറ്റൊന്നുമല്ല, അടുക്കളയിലെ ഒരു പൈപ്പ് റെഡിയാക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരുന്നു. ആ ഒരു സമയത്ത് ആൾ അത്യാവശ്യം മദ്യപിച്ചിരുന്നു. അങ്ങനെ ആദ്യം വെറുത്ത് പിന്നീട് ആളുടെ ആ ക്യാരക്ടറും സംസാരവും പിന്നെ ആ ഒരു പ്രൗഢിയും കാര്യങ്ങളും എല്ലാം എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. നല്ലൊരു സൗഹൃദം എന്ന പോലെ എന്തും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു മനുഷ്യനായിട്ടുള്ള ഒരാള്. അങ്ങനെയാണ് കേട്ടോ ഞാൻ വിചാരിച്ചിരുന്നത്. അപ്പോൾ മറ്റൊരു കമ്പനി ഇല്ലാത്തതുകൊണ്ട് ആരടുത്തും എങ്ങോട്ടും പോകാനൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ എൻ്റെ മനസ്സിൽ തോന്നിയ ആ ഒരു കാര്യം ആ മനുഷ്യനെ വീട്ടിലേക്ക് വിളിക്കാനാണ്. പക്ഷേ വെറുതെ ഒരാളെ വീട്ടിലേക്ക് വിളിച്ചു കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ചോദിക്കില്ലേ എന്ത് കാരണമെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ മറ്റൊന്നും ചെയ്തില്ല. ബാത്റൂമിലെ പുതിയ പൈപ്പ് അങ്ങ് പൊടിച്ചു. അതെല്ലാം കഴിഞ്ഞ ശേഷം ഞാൻ ഹസ്ബൻഡിൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞു, ചേട്ടാ, ഞാൻ അറിയാതെ ആ ബാത്റൂമിലെ പൈപ്പ് പൊട്ടിപ്പോയി, എന്താ ഇപ്പം ചെയ്യുക? ഇനിയിപ്പോൾ എനിക്കിതെന്താ റിപ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞ സമയത്ത് പുള്ളി പതിവ് പോലെ തന്നെ ആ ഒരു കാര്യം പറഞ്ഞു, നീ ആരെങ്കിലും വിളിച്ച് ശരിയാക്ക്. അപ്പുറത്ത് ഷീബയൊക്കെ ഉണ്ടല്ലോ, അവരുടെ കയ്യിൽ എന്തെങ്കിലും നമ്പരെങ്കിലും കാണും, അല്ലെങ്കിൽ നേരത്തെ വന്ന ആളിനെ വിളിച്ചോ, അല്ലാതെ ഇപ്പം എന്താ ചെയ്യുക? അത് കേട്ട പാതി കേൾക്കാത്ത പാതി. ആ സമയത്ത് തന്നെ ഞാൻ എൻ്റെ ഫോൺ എടുത്തു, നേരെ ഡയൽ ചെയ്തു. പ്ലംബറിനെ തന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേട്ടാ, ഇവിടുത്തെ ബാത്റൂമിലെ പൈപ്പ് ഒന്ന് പൊട്ടിയിട്ടുണ്ട്, അതൊന്ന് ശരിയാക്കാൻ വരണം. പിന്നെ അന്നത്തെ പോലെ മദ്യപിച്ചിട്ടൊന്നും വരണ്ട, അത്യാവശ്യം നീറ്റായിട്ട് തന്നെ വരണം എന്നൊക്കെ ഞാനൊന്ന് തമാശയായിട്ട് ഒരു കളി തമാശ പോലെ കളിയാക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അപ്പം ആളും എന്നെ നോക്കി ആ സമയത്ത് ഒന്ന് പുഞ്ചിരിച്ചു. മറ്റൊന്നും ആയിരുന്നില്ല, ആ സമയത്ത് മുൻപുണ്ടായിരുന്ന ആ ഒരു പെർഫോമൻസിൻ്റെ കാര്യങ്ങളൊക്കെ ഞാനങ്ങനെ മനസ്സിലാലോചിച്ചിരുന്നു. ഞാൻ പറഞ്ഞു കഴിഞ്ഞ സമയത്ത് തന്നെ ആളെൻ്റെ അടുത്ത് ഒരു മണിക്കൂർ പറഞ്ഞു കേട്ടോ. അത് പറഞ്ഞ സമയത്ത് തന്നെ ആൾ പറഞ്ഞു, 1 മണിക്കൂർ കഴിഞ്ഞിട്ട് ഞാൻ വരത്തുള്ളൂ കേട്ടോ, അതുവരെ കാത്തിരിക്കേണ്ടി വരും എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ അയാളുടെ അടുത്ത് പറഞ്ഞു, ചേട്ടാ, ഒന്ന് വേഗം വരണേ, ഇവിടെ ആണെന്നെങ്കിൽ വെള്ളം ഇങ്ങനെ പൊക്കോണ്ടിരിക്കുക, എനിക്കെന്താണെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ചേട്ടാ ഒന്ന് വായട്ടാ എന്നൊക്കെ ഞാൻ സോപ്പിട്ട് പറഞ്ഞു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞു. കുറേ സമയം എന്ന് വെച്ചാൽ കുറേ സമയം. ആ ടൈമിൽ ഞാൻ എൻ്റെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു.
ആ ഒരു മനുഷ്യൻ രണ്ടാമത് എൻ്റെ വീട്ടിലേക്ക് വരികയല്ലേ, അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കണമല്ലോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. അതുകൊണ്ട് തന്നെ രാവിലെ ഫ്രിഡ്ജിൽ മേടിച്ചു വെച്ചിരുന്ന ആ ഒരു മീനും കാര്യങ്ങളും എടുത്ത് ഞാൻ കറി വെച്ച് ഒന്ന് പൊരിച്ചൊക്കെ റെഡിയാക്കി വെച്ചു. ശേഷം നല്ല പൊന്നരിയിൽ സെറ്റാക്കി വെച്ച നല്ല ചോറും കാര്യങ്ങളും എല്ലാം, മോരുകറിയും അത്രയെല്ലാം സെറ്റാക്കി തന്നെ വെച്ചു. ആളെയും കാത്തിട്ട് ഞാനിരുന്നു. അങ്ങനെ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ സമയത്താണ് ആള് വീട്ടിലേക്ക് വന്നത്. അപ്പൊ തന്നെ എനിക്ക് ചെറിയ ദേഷ്യം തോന്നി കേട്ടോ. പറയുന്ന സമയത്ത് കൃത്യനിഷ്ഠതയോടെ വരത്തില്ല എന്നൊക്കെ ഞാനിങ്ങനെ പറഞ്ഞു. എന്താ നിങ്ങൾക്ക് ഇച്ചിരി നേരത്തെ വന്നാല് ഇത്രയൊക്കെ ലേറ്റായിട്ടാണോ വരുന്നത് എന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോ ഊണ് കാലമെല്ലാം കഴിഞ്ഞില്ലേ ചേട്ടാ എന്നൊക്കെ പറയുന്ന സമയത്ത് ആളെന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. എന്നിട്ട് ആളെൻ്റെ അടുത്ത് ചോദിച്ചു, എവിടെയാ പൈപ്പ് പൊട്ടിയത്? ആ, അങ്ങനെയൊക്കെ ചോദിച്ച സമയത്ത് തന്നെ ഞാൻ മറുപടി പറഞ്ഞു, അങ്ങനെ പെട്ടെന്ന് ധൃതിയൊന്നും വേണ്ട, പതുക്കെ ശരിയാക്കിയാൽ മതി എന്ന് പറയുന്ന സമയത്ത് ആളെന്നെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ചോദിച്ചു, താനല്ലേ പറഞ്ഞേ ഇവിടെ വെള്ളം പൊക്കൊണ്ടിരിക്കുകയാണ്, പെട്ടെന്ന് വരണമെന്നൊക്കെ പറഞ്ഞിട്ട്, അതുകൊണ്ടല്ലേ ഒരു പച്ചയായിട്ട് പോലും ഞാനിങ്ങനെ ഓടി വന്നത്, എവിടെയാ ശരിയാക്കിയിട്ട് എനിക്ക് പോണല്ലോ എന്നൊക്കെ പറഞ്ഞ് ആള് ധൃതി കൂട്ടിയ സമയത്ത് തന്നെ ഞാൻ പിടിച്ചു നിർത്താൻ നോക്കി. അങ്ങനെ പെട്ടെന്ന് ചെയ്യേണ്ട ആവശ്യമില്ല, നമുക്ക് ആ ഒരു മെയിൻ പൈപ്പ് ക്ലോസ് ചെയ്താൽ പോരെ. അങ്ങനെ കുറച്ച് സമയം ഇരുന്നിട്ട് പിന്നെ ഞാൻ ഭക്ഷണം റെഡിയാക്കി വെച്ചിട്ടുണ്ട്, അതെല്ലാം കഴിച്ചിട്ട് പിന്നെ ആ ഒരു കാര്യങ്ങളൊക്കെ കടന്നാൽ മതിയല്ലോ എന്നൊക്കെ ഞാനൊരു സന്തോഷത്തോടു കൂടി തന്നെ പറഞ്ഞു. ശേഷം ഞാൻ അയാളെ പിടിച്ചിരുത്തിയതിനു ശേഷം ആ ഒരു ടേബിളിൻ്റെ മുകളിൽ ഒരു തൂശനിലയിൽ ഭക്ഷണം വിളമ്പി. നല്ല പൊന്നരി ചോറും അയല വറുത്തതും പിന്നെ ചെറിയ ചെമ്മീനും കാര്യങ്ങളൊക്കെ ഒന്ന് പൊരിച്ചെടുത്തതും ചെറിയ മോരുകറിയും എല്ലാം കൂടെ കൂട്ടി നല്ലൊരു ഊണ് തന്നെ ഞാൻ റെഡിയാക്കി കൊടുത്തു. ആൾക്കത് കണ്ട സമയത്ത് തന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഓരോ ഉരുളയെടുത്ത് വായിൽ വെച്ചിട്ട് എന്നെ നോക്കിയിട്ട് പറഞ്ഞു, കൊള്ളാലോ, നല്ലൊരു കുക്കാണല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാനൊരു പുഞ്ചിരിയോടെ അതെല്ലാം കേട്ടുന്നു. ശരിക്കും എന്നെ ഇങ്ങനെ പുകഴ്ത്തി പറയുന്നത് എനിക്കൊരുപാട് ഇഷ്ടമാണ് കേട്ടോ. മറ്റൊന്നുമല്ല, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങനെ നമ്മൾ പുകഴ്ത്തി പറയുന്നത് കേൾക്കാനൊരു രസമാണല്ലോ. അതുകൊണ്ട് തന്നെ എനിക്കത് കേട്ടപ്പോൾ അങ്ങനെയൊക്കെ തോന്നി. അങ്ങനെ ഞാൻ ആൾക്ക് ഓരോന്നോരോന്നായിട്ട് വെച്ച് വിളമ്പി അങ്ങനെ കൊടുത്തു. ശേഷം ആള് ഭക്ഷണം കഴിക്കുന്നത് നോക്കി തൊട്ടടുത്ത് ഒരു സുഹൃത്തെന്ന പോലെ എന്ന് വേണമെങ്കിൽ പറയാം താടിക്ക് കൈയും കൊടുത്ത് ആളുടെ ആ കൊതിയോടെയുള്ള ഭക്ഷണം കഴിക്കലും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കി അങ്ങനെ നോക്കിയിരുന്നു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കിയിരിക്കുന്നേ, ഭക്ഷണം കഴിക്കുന്നില്ലേ, താനും കഴിച്ചൂടെ, സമയമായല്ലോ എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്കിപ്പോഴേ വേണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ തന്നെ കഴിച്ചോളാം എന്ന് പറയുന്ന സമയത്ത് ആളെന്നെ നോക്കി ചിരിച്ചു. അപ്പോൾ ഒരു കൗതുകം എന്ന പോലെ ഞാൻ ചോദിച്ചു, എന്താ ഇങ്ങനെ നോക്കി ചിരിക്കുന്നേ, കുറെ നേരമല്ലോ ഇങ്ങനെ ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ആളെന്നെ നോക്കി പറഞ്ഞു, ഒന്നുമില്ല, ചുമ്മാ ചിരിച്ചതാ. അങ്ങനെ ആൾ കൊതിയോടെ ആ ഒരു ഭക്ഷണവും കാര്യങ്ങളെല്ലാം നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ട് എണീറ്റു. ശേഷം ആ ഒരു ഇലയിൽ ഒരു മുള്ളു പോലും ഇല്ലായിരുന്നു. അങ്ങനെ എല്ലാം നല്ല വൃത്തിയായിട്ട് കഴിച്ചിട്ട് എണീറ്റ ആ മനുഷ്യനെ കണ്ടപ്പോൾ എനിക്കും എന്തുപോലെ തോന്നി. കാരണം എൻ്റെ ആ ഒരു ഊണിന് ഇതിൽ കൂടുതൽ ഒരു പ്രോത്സാഹനങ്ങളോ അപ്രീസിയേഷനോ ഒന്നും കിട്ടാൻ പോകുന്നില്ല എന്ന് എനിക്ക് തന്നെ മനസ്സിലായി. കാരണം അത്രത്തോളം കൊതിയോടെ ഒരാൾ ഭക്ഷണം കഴിക്കുമ്പോൾ അതങ്ങനെ നോക്കിയിരിക്കാനല്ലേ പറ്റൂ. അങ്ങനെ എല്ലാം കഴിഞ്ഞിട്ട് ആൾക്ക് ഞാൻ കൈ കഴുകാനും വാ കഴുകാനെല്ലാം വെള്ളം എടുത്തുകൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ആളെൻ്റെ അടുത്ത് പറഞ്ഞു, എവിടെയാ റെഡിയാക്കണ്ടേ, എനിക്ക് പോയിട്ട് ഒരുപാട് തിരക്കുണ്ട് കേട്ടോ, ഞാൻ തനിക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് അവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് പോരുന്നയാ, താൻ എന്നെ ഇങ്ങനെയിട്ട് ലേറ്റാക്കല്ലേ വെറുതെ, എനിക്കത് ബുദ്ധിമുട്ടാവേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്നാൽ പിന്നെ ധൃതിയുള്ള ആൾ ഇങ്ങനെ നേരത്തെ അങ്ങ് പൊക്കോ,
വെറുതെ എന്തിനാ ഇങ്ങനെ നിൽക്കുന്നേ? എനിക്ക് വേണ്ടി ഇച്ചിരി സമയമെങ്കിലും ചിലവാക്കാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ പൊക്കോ, ഞാൻ വേറെ ആരെങ്കിലും വിളിച്ചോളാം എന്നെല്ലാം ഞാൻ പരിഭവം പറയുന്ന സമയത്ത് ആളൊരു പുഞ്ചിരിയോടെ പറഞ്ഞു, അയ്യോ ഞാനൊരു തമാശ പറഞ്ഞില്ലേ, കുഴപ്പമൊന്നുമില്ല. അങ്ങനെയൊക്കെ പറഞ്ഞ സമയത്ത് ഞാൻ പറഞ്ഞു, എന്നാ ഒരു കാര്യം ചെയ്യും, ആ സോഫയിലോട്ടൊന്നിരുന്നേ. അപ്പോൾ പെട്ടെന്ന് അയാളുടെ അടുത്ത് ചോദിച്ചു, അയ്യോ എന്നെപ്പോലെ ഒരാളോ, അതും ഇവിടെ വന്നതിന് ശേഷം ഭക്ഷണം കഴിച്ചു പിന്നെ ഇവിടെ കയറിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതത്ര നല്ല കാര്യമല്ലല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത് ആളെ നിർബന്ധിച്ച് ഞാൻ ആ സോഫയെ കൊണ്ടിരുത്തി. പെട്ടെന്ന് ആൾക്കെന്തോ പെട്ടെന്ന് എഴുന്നേറ്റ് പോകാനുള്ള ആ ഒരു ധൃതിയും കാര്യങ്ങളൊക്കെ കാണിച്ചു. അതുപോലെ തന്നെ അത്രയും വലിയൊരു വീട്ടിലെ ആ ഒരു സോഫയിലിരിക്കുന്നത് കൊണ്ടാവാം ആ ഒരു നാണവും കാര്യങ്ങളൊക്കെ ആളുടെ മുഖത്തുണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞപ്പോഴും ആളെന്നിട്ട് ചോദിച്ചു, എവിടെയാ പൈപ്പ് പൊട്ടിയെ, അതിതുവരെ കാണിച്ചില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് ആളിങ്ങനെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ബാത്റൂമിലെ പൈപ്പാണ് പൊട്ടിയത് എന്ന് പറഞ്ഞിട്ട് ആളും ഞാനും കൂടെ ആ ഒരു ബാത്റൂമിൻ്റെ സൈഡിലേക്ക് പോയ സമയത്ത് തന്നെ ബാത്റൂം കണ്ട സമയത്ത് തന്നെ ആള് അതിലേക്ക് നോക്കി, ആ പൊട്ടിയ പൈപ്പിലേക്കും ശേഷം എൻ്റെ മുഖത്തേക്കും. അത് ഞാൻ അറിഞ്ഞുകൊണ്ട് തന്നെ പൊട്ടിച്ചതാണെന്ന് ആൾക്ക് മനസ്സിലായി. പെട്ടെന്ന് ആളെന്നെ ഒന്നുകൂടി നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. എന്താ ഇത്, പൊട്ടിച്ചതാണോ? അല്ലാത്തത് ഇങ്ങനെ ചെറിയ രീതിയിൽ പൊട്ടാൻ വഴിയൊന്നുമില്ല, ഇതെന്തോ പൊട്ടിച്ചത് തന്നെയാണ് എന്ന ആളെൻ്റെ അടുത്ത് ഒരു സഭ്യമായ ഭാഷയിൽ പറഞ്ഞു. അപ്പം തന്നെ ഞാൻ പറഞ്ഞു, അറിയാതെ പറ്റിപ്പോയതാ, എന്തെങ്കിലും ഒന്ന് ചെയ്തു തന്നേരെ എന്ന് പറയുന്ന സമയത്ത് ആള് പറഞ്ഞു, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആള് ബാത്റൂമിനുള്ളിലേക്ക് പോയി. കൂടെ ഞാൻ ചോദിച്ചു, എന്തെങ്കിലും ഹെൽപ്പ് എന്തെങ്കിലും വേണോ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ എന്നൊക്കെ ചോദിച്ച സമയത്ത് ആ പോരെ, എന്തെങ്കിലും സഹായം വേണമല്ലോ എന്ന് പറഞ്ഞിട്ട് ആളെന്നെ നിർബന്ധിച്ചു. ഞാൻ അകത്തേക്ക് ചെല്ലുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് പറഞ്ഞു, തൻ്റെ ഹെൽപ്പെല്ലാം അടിപൊളിയാണ് കേട്ടോ, കഴിഞ്ഞ പ്രാവശ്യം വന്ന സമയത്ത് തന്നെ നല്ല രീതിയിലാണ് ഹെൽപ്പ് ചെയ്തത്, അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ തീർക്കാൻ പറ്റിയിരുന്നു, ഇപ്പോഴും ആ ഒരു ഹെൽപ്പൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നു കേട്ടോ എന്നിങ്ങനെ പറയുന്ന സമയത്ത് ഞാൻ തന്നെ പറഞ്ഞു, അതെന്തായാലും കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ എന്ത് പറഞ്ഞാലും ശരിയെന്നെ, ഞാൻ സഹായിച്ചതില്ലേ എന്ന് പറഞ്ഞിട്ട് ആളെ ഒന്ന് മയപ്പെടുത്തി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ആളെൻ്റെ അടുത്ത് ചോദിച്ചു, അതെ ഇത് അറിയാതെ പൊട്ടിയതാണെന്നും എനിക്ക് തോന്നുന്നില്ല, ഇതാരോ അറിഞ്ഞുകൊണ്ട് ചെയ്തൊരു കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നത്, താൻ തന്നെ ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചു. പെട്ടെന്ന് ഞാനുള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു, മറ്റൊന്നും ആയിരുന്നില്ല, ഇവിടെ ഇങ്ങനെ ഒറ്റയ്ക്ക് ബോറടിച്ചിരുന്ന സമയത്ത് ആരുടെടുത്തെങ്കിലും ഒന്ന് സംസാരിക്കണമെന്നൊക്കെ എനിക്ക് കൊതി തോന്നി, അപ്പോൾ ഞാനിങ്ങനെ അറിയാതെ ചെയ്തതാണ്, പിന്നെ നിങ്ങൾ നല്ലൊരാളായതുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ വേറെ ആരുള്ളേ എന്നൊക്കെ ഒരു പുഞ്ചിരിയോടെ ഞാൻ പറയുമ്പം ആള് പൊട്ടി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ ചോദിച്ചു, ചിരിക്കണ്ട, എനിക്ക് തോന്നിയ കാര്യം പറഞ്ഞത് എന്നൊക്കെ ഞാൻ അയാളുടെ അടുത്ത് പറയുന്ന സമയത്ത് വീണ്ടും അയാൾ ചിരിച്ചു. അപ്പം തന്നെ ഞാൻ ചെറിയ ഒരു നുള്ളു വെച്ചു കൊടുത്തു. എന്ന് പറഞ്ഞിട്ട് ആള് എന്നെ ഒന്ന് നോക്കി, ചേട്ടാ താനിങ്ങനെ നുള്ളണ്ടായിരുന്നു എന്ന് അയാളെൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ തമാശക്ക് ചെയ്തല്ലേ, അങ്ങനെയൊക്കെ വിചാരിക്കാവോ, തൻ്റെ ഒരു തമാശ എന്ന് പറഞ്ഞിട്ട് ആളെൻ്റെ മുഖത്തേക്ക് നോക്കി. ഞാൻ ആളുടെ മുഖത്തേക്കും. എടോ താൻ ഭയങ്കര രസമുള്ള ഒരാളാണ് കേട്ടോ. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ ചോദിച്ചു, എന്താ അങ്ങനെയൊക്കെ പറയാൻ എന്താ കാരണം? അത് മറ്റൊന്നുമല്ല, തൻ്റെ സംസാരം, കാര്യങ്ങൾ, അതെല്ലാവർക്കും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നൊരു കാര്യമാണ്, അതൊക്കെ കേട്ടിരിക്കാനാണെങ്കിലും ഒരു ടേസ്റ്റാണ്. അപ്പം തന്നെ ഞാൻ മറുപടി പറഞ്ഞു, എല്ലാവരുടെ മനസ്സിലും ഇതേപോലുള്ള കാര്യങ്ങൾ തന്നെയാണല്ലേ. ശരിക്കും നമ്മുടെ സമയങ്ങളിൽ നമുക്ക് ആരുടെ അടുത്തെങ്കിലും സംസാരിക്കാൻ നമുക്ക് എപ്പോഴായാലും ഒരു കൂട്ട് വേണം, അത് ശരിയല്ലേ എന്ന് ഞാൻ അയാളോട് ചോദിച്ചു. പെട്ടെന്ന് അയാൾ ആ പൊട്ടിയ പൈപ്പെടുത്ത് അതിലേക്ക് കുത്തിവെക്കുന്ന സമയത്ത് പൈപ്പിൽ നിന്നും പെട്ടെന്ന് ശക്തമായിട്ടുള്ള ആ ഒരു വെള്ളത്തുള്ളികൾ
തെറിച്ച് ഞങ്ങളുടെ രണ്ടുപേരുടെയും ശരീരത്തിലേക്ക് വീണു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു, പേടിക്കൊന്നും വേണ്ട, വെള്ളം തെറിച്ച് വീണയാണ്, വെള്ളത്തെ ഞാൻ ഭയക്കണോ എന്ന് അയാൾ എൻ്റെ ചോദിക്കുന്ന സമയത്ത് ഞാൻ അടുത്ത് പറഞ്ഞു, അങ്ങനെ വെള്ളം ഭയക്കുന്ന ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞു. പറയുന്ന സമയത്ത് അയാൾ പറഞ്ഞു, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കടലിൽ പോകാനുള്ള ധൈര്യമുണ്ടോ? ഞാൻ തിരിച്ചു ചോദിച്ചു, അതെന്തിനാ കടലിലേക്ക് പോകുന്നത്? അല്ല, വെള്ളത്തിന് പേടിയില്ലാത്ത ഒരാളല്ലേ, കടലിൽ ചാടിക്കഴിഞ്ഞാല് എങ്ങനെ ഇരിക്കുമെന്ന് നോക്കാലോ. എന്റെ പൊന്നു മാഷേ, വെറുതെ എന്നെ ഇങ്ങനെയിട്ട് ടെൻഷനാക്കല്ലേ, ഞാൻ ഇങ്ങനെയൊക്കെ അങ്ങ് ജീവിച്ചു പൊക്കോട്ടെ, നമുക്ക് ഇങ്ങനെയൊക്കെ പോയാൽ മതിയേ. അത് പറയുന്ന സമയത്ത് ഒരു പുഞ്ചിരിയോടെ അയാൾ എന്നെ നോക്കി. ഞാൻ ആ സമയം അതേ കണക്കെന്നെ ചോദിച്ചു, നീ എന്താ ഇങ്ങനെയൊക്കെ നോക്കുന്നേ? അല്ല, തൻ്റെ ചിരി കണ്ണോട് ചോദിച്ച. പെട്ടെന്ന് ഞാൻ ഒരു കൗതുകം എന്ന പോലെ അയാളോട് ചോദിച്ചു, അന്നത്തെ പോലെ വീണ്ടും മഴ പെയ്ത് കഴിഞ്ഞാൽ എന്തായിരിക്കും അല്ലേ? നല്ല രസമായിരിക്കും. അന്നത്തെ ദിവസം മഴ തോർന്നു കഴിഞ്ഞ് നിങ്ങളങ്ങ് പോയി, പിന്നെ ഇവിടെ രസമില്ലായിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. അതെന്താ, മഴ അത്രയ്ക്ക് ഇഷ്ടമാണോ? അയാൾ എന്നോട് ചോദിച്ചു. പെട്ടെന്ന് ഞാൻ അതിന് മറുപടി പറഞ്ഞു, മഴ ഇഷ്ടപ്പെടാത്ത ആരെങ്കിലും ഉണ്ടോ മാഷേ? മാഷേനെ ആലോചിച്ച് നോക്കിയേ, ഭയങ്കര സാഹിത്യമൊക്കെ വരുന്നുണ്ടല്ലോ മനസ്സിൽ നിന്ന്. ആള് നല്ലൊരു എഴുത്തുകാരിയാണെന്ന് തോന്നുന്നല്ലേ? അങ്ങനെയൊന്നുമില്ല, എനിക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഞാനങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ തന്നെ അയാളുടെ സംസാരം എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എന്തോ എപ്പോഴോ കേട്ടതുപോലെ അങ്ങനെ ഒരു ഫീൽ തോന്നി. ഞാനത് അയാളോട് പറയുകയും ചെയ്തു. അങ്ങനെ കുറേ സമയം കഴിഞ്ഞപ്പോൾ ബാത്റൂമിലെ ആ ടാപ്പ് നന്നായി. ശേഷം അയാളും ഞാനും കൂടെ ആ ഉമ്മറത്തെ പടിവാതിൽ അങ്ങനെ കുത്തിയിരുന്നു. ആൾക്കെന്നോട് എന്തൊക്കെയോ പറയണമെന്നുണ്ട്. ചിലപ്പോൾ വീട്ടുകാര്യങ്ങൾ എന്തെങ്കിലും ആയിരിക്കും എന്ന് ഞാൻ വിചാരിച്ചു. ഒരുപക്ഷെ ആയിരിക്കുമോ എന്നൊക്കെ ഞാനും ഇങ്ങനെ സങ്കല്പിച്ചു. പെട്ടെന്ന് അയാൾ എൻ്റെ അടുത്ത് ചോദിച്ചു, എടോ, കുറച്ച് വെള്ളം കിട്ടുമോ കുടിക്കാൻ? ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ എടുത്തു തരാമല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അകത്തേക്ക് പോയി. ശേഷം ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ട് ഞാൻ അയാളിരിക്കുന്ന ആ ഭാഗത്തേക്ക് വന്നു. അങ്ങനെ ആ ഒരു ഗ്ലാസ് വെള്ളം ഞാൻ അയാൾക്ക് എടുത്തു കൊടുത്തു. അയാൾ ദാഹജലം പോലെ അത് മുഴുവനും കുത്തിയുടെ കുടിച്ചു. കുറെ നേരമായില്ലേ വന്നിട്ട്, ചിലപ്പോൾ അതിൻ്റെ ആവും എന്ന് ഞാൻ വിചാരിച്ചു. ആള് മാധുര്യത്തോടെ ആ വെള്ളം മൊത്തം കുടിക്കുമ്പോൾ ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. ഇനി പഴയതുപോലെ പുറത്ത് മഴയെങ്ങാനും പെയ്യോ? മഴ പെയ്താൽ നല്ലതായിരുന്നു, കുറച്ച് സമയം ആളെൻ്റെ കൂടെ നിൽക്കുമല്ലോ എന്നൊക്കെയുള്ള ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ശരിക്കും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരുന്നു. കുറച്ച് സമയം വേണ്ടി പറഞ്ഞു നിൽക്കാൻ ഒരാളായല്ലോ എന്നൊക്കെ ഞാനിങ്ങനെ ചിന്തിച്ചു നോക്കി. നിമിഷ നേരം കൊണ്ട് തന്നെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ ആ മഴ ഇങ്ങെത്തി. മഴ നല്ല മഴയായിരുന്നു, നല്ല തകൃതിയായിട്ട് പെയ്യുന്ന മഴ. പുറത്തുനിന്നൊരു മനുഷ്യൻ നടന്നു വന്നാൽ പോലും ആ മനുഷ്യൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതേപോലെയായിരുന്നു ആ മഴയൊക്കെ. അങ്ങനെ ഞാനും അയാളും അടുക്കള വാതിലിൻ്റെ ആ ഒരു പടിയുടെ അടുത്ത് ഇങ്ങനെ നിന്നു. മഴ നന്നായിട്ട് ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കല്ലേ. ഞാൻ വിചാരിച്ചു, പെയ്യട്ടെ, നല്ല മഴയല്ലേ, ഈ സമയത്ത് മഴ പെയ്തില്ലെങ്കിൽ പിന്നെന്താ പെയ്യുക അല്ലേ? അങ്ങനെ നോക്കി ഞാനങ്ങനെ നിന്നു. നിങ്ങൾക്ക് പോകണ്ടേ? മഴ നന്നായിട്ട് പെയ്യുന്നുണ്ടല്ലോ, ഇനിയിപ്പോൾ എന്താ ചെയ്യുക എന്നൊരു തമാശയോടെ ഞാൻ അയാളോട് ചോദിച്ചു. എന്തൊക്കെയാലും പോയേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇങ്ങനെ നിൽക്കാൻ പറ്റുമോ എന്ന് അയാളടുത്ത് തിരിച്ചു മറുപടി പറഞ്ഞു. ഞാൻ ആ മറുപടിയിൽ ഒന്ന് ചിരിച്ചു. ശരിക്കും എനിക്ക് ആ സമയത്ത് ഒരു പൊട്ടിച്ചിരിയായിരുന്നു വന്നത്. അങ്ങനെ ആ മഴയിൽ
ഞങ്ങൾ പരസ്പരം കണ്ണും കണ്ട് നോക്കി നിന്നു. കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ മഴ തോർന്നു. എല്ലാം എന്തോ ഒരു പറയാൻ കഴിയാത്തതുപോലെ ആ ഒരു നിമിഷം അത്രത്തോളം മനോഹരമായിരുന്നു. ഈ ഒരു സ്റ്റോറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ സ്റ്റോറി വായിച്ച് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇനിയും പുതിയ പുതിയ കഥകൾ ഞാൻ കൊണ്ടുവരും. അപ്പോൾ നമുക്കിനി കേൾക്കാം. ബൈ.